പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അപ്രതീക്ഷിതമായ ചില ചലനങ്ങൾ ഉണ്ടാവും. നമുക്കറിയാം, കേരളത്തിലെ രാഷ്ട്രീയമാണ് ദേശീയ രാഷ്ട്രീയം പിന്നീട് പിന്തുടരുന്നത്. കേരളത്തിലെ കരുണാകരന്റെ സമയത്ത് ഒരിക്കൽ വെറും 9 MLA-മാരുമായി അധികാരത്തിലിരുന്ന കോൺഗ്രസ്സാണ്, പ്രതിപക്ഷത്തിരുന്ന കോൺഗ്രസ്സാണ് ഇന്ന് കേരളം ഭരിക്കുന്നതെന്നത് ഒരു വിചിത്രമായ ഒരു സംഗതിയാണ്. പക്ഷെ അതെന്തുകൊണ്ട് നടന്നു എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ അതിൽ അസ്വാഭാവികമായ ഒന്നുമില്ല. കോൺഗ്രസ്സുകാർക്ക് എപ്പോഴൊക്കെ കോൺഗ്രസ് വിട്ടുപോയിട്ടുണ്ടോ അവരൊക്കെ ഏതെങ്കിലും സമയത്ത് തിരിച്ച് കോൺഗ്രസിലേക്ക് വരാറുണ്ട്. ഘർ വാപ്പസി എന്ന് നമുക്ക് ഹിന്ദിയിലും ഹോം കമ്മിങ് എന്ന് നമുക്ക് ഇംഗ്ലീഷും പറയാം. ഇപ്പോൾ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത് NCP എന്ന പാർട്ടി കോൺഗ്രസിൽ ലയിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ്. കേരളത്തിലെ ഒരു കണ്ടക്സ്റ്റ് ഞാൻ പറയാനുണ്ടായ കാരണം, കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പിളർപ്പുണ്ടാവുന്നത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണ്. അന്ന് AK ആന്റണി, ഉമ്മൻചാണ്ടിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഒക്കെ സുധീരനൊക്കെ ഉൾപ്പെട്ട ഗ്രൂപ്പ് ഇന്ദിരാ കോൺഗ്രസ് വിട്ട് പ്രത്യേക കോൺഗ്രസ് ആകും. ദേവരാജ് RS കോൺഗ്രസ് ആയി, പിന്നെ S കോൺഗ്രസ് ആയി. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ആ കോൺഗ്രസ് പാർട്ടികളെല്ലാം കൂടെ വീണ്ടും യോജിച്ചു. വീണ്ടും ശ്രീ K കരുണാകരൻ കോൺഗ്രസ് പിളർത്തിക്കൊണ്ട് ഡിക്ക് ഉണ്ടാക്കി. ആ ഡിക്ക് പിരിച്ചുവിട്ടിട്ട് അതും പിന്നീട് കോൺഗ്രസിൽ ലയിക്കേണ്ടി വന്നു. ഈ കാര്യങ്ങൾ ഓർമ്മിക്കാനുണ്ടായ കാരണം, കോൺഗ്രസിൽ നിന്ന് ദേശീയ തലത്തിൽ 2 സംസ്ഥാനങ്ങളിൽ പിരിഞ്ഞുപോയ 2 പ്രധാനപ്പെട്ട പാർട്ടികളാണ് NCPയും തൃണമൂൽ കോൺഗ്രസ്. വേറൊരു കോണ്ടക്സ്റ്റിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് BJPയുടെ കൂടെ ഉണ്ടായിരുന്ന സഖ്യകക്ഷിയായ ശിവസേന, ശ്രീ ബാൽ താക്കറെ, അതിന്റെ സ്ഥാപനയായ ബാൽ താക്കറയ്ക്ക് ശേഷം പിളർന്ന് ഇപ്പോ വെറും 3 MP-മാരിൽ എത്തി നിൽക്കുന്ന ഒരു ദുരവസ്ഥ നമുക്ക് ദേശീയ ക്യാൻവാസിൽ കാണാൻ സാധിക്കും. NCPയുടെയും ഒരു മേജർ പോർഷൻ ശ്രീ ശരത് പവാറിന്റെ അനന്തരവനായ ശ്രീ അജിത് പവാറിന്റെ നേതൃത്വത്തില് BJPയിൽ ചേർന്ന് അവർ അവിടെ ഭരിക്കുകയാണ്. അപ്പോ മോശമായി വരുന്ന ശരത് പവാറിന്റെ ആരോഗ്യാവസ്ഥയും വയസ്സും കണക്കിലാക്കി ശരത് പവാറിന് ശേഷം NCP ഉണ്ടാവില്ല എന്നുള്ള ഒരു ഭയപ്പാടിലാണ് നേതാക്കളും അണിയുന്നത്. അതുകൊണ്ട് മിച്ചമുള്ള NCPയെ കോൺഗ്രസിൽ ലയിപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് ശ്രീ ശരത് പവാർ. സോണിയാഗാന്ധിയെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കുന്നതിൽ അമർഷം കൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസ് പിളർത്തി NCP ഉണ്ടാക്കിയതെന്നുള്ളത് ഒരു വിചിത്ര സംഗതിയായിട്ട് നമുക്ക് തോന്നാം. അതേപോലെ കോൺഗ്രസിലെ അസ്വാരസ്യങ്ങൾ കാരണം കോൺഗ്രസിൽ നിന്ന് പുറത്തുപോയി തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു തീവ്രവാദ പാർട്ടി ഉണ്ടാക്കി ഇവിടെ അധികാരത്തിൽ വന്ന് 15 വർഷത്തോളം ബംഗാൾ ഭരിച്ചതിന് ശേഷം തോറ്റ് തുന്നമ്പാടി നിൽക്കുന്ന മമതയെ വിട്ട് അണികളും MLA-മാരും MP-മാരും പോകുന്ന ഒരു കാഴ്ച നമ്മൾ കിഴക്ക് ഭാഗത്ത് കണ്ടു. പടിഞ്ഞാറ് ഭാഗത്ത് കണ്ട അതേ അവസ്ഥ തന്നെയാണ് കിഴക്ക് ഭാഗത്ത്. അപ്പോഴും തിരിച്ച് മമതയ്ക്ക് പോകാൻ വേറെ വഴിയൊന്നുമില്ല. എന്തായാലും BJPക്ക് പോകുന്നതിനേക്കാളും നല്ലത് മമതയ്ക്ക് കോൺഗ്രസിന്റെ തണലാണ് ആവശ്യം. അവർക്ക് ദേശീയ വൈസ് പ്രസിഡന്റ് സ്ഥാനം വരെ ഓഫർ ചെയ്തിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. താമസിയാതെ നമ്മുടെ ജഗ്മോഹൻ റെഡ്ഡി തിരിച്ച് കോൺഗ്രസിലോട്ട് വരുമെന്നാണ് നമ്മൾ കണക്ക് കൂട്ടേണ്ടത്. കാര്യം കോൺഗ്രസ് അല്ലെങ്കിൽ BJP എന്ന 2 ചേരികളിലല്ലാതെ പാർട്ടികളുടെ നിലനിൽപ്പ് അസംഭവ്യമായ ഒരു കാര്യം. ഇതിനൊരു അപവാദം എന്ന് പറയുന്നത് UP പോലുള്ള ഒരു വലിയ സ്റ്റേറ്റിലെ സമാജ്വാദി പാർട്ടി മാത്രമാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയ മുൻ കോൺഗ്രസ്സുകാരെല്ലാം കൂടെ തിരിച്ചു വന്ന് കോൺഗ്രസിനെ ശക്തി പ്രാപിപ്പിച്ച് BJPയിലേക്ക് ഒരു എതിരാളി ഉണ്ടാവാൻ ഉള്ള ഒരു ശ്രമം നമുക്ക് അഭിനന്ദിക്കേണ്ടതാണ്. BJP ശക്തമായ ഒരു എതിരാളി ഇല്ലാതെ പല സ്റ്റേറ്റുകളിലും ബുദ്ധിമുട്ടുന്നു എന്നുള്ള കാര്യം നമുക്ക് സ്മരിക്കേണ്ടതാണ്. നന്ദി, നമസ്കാരം.